ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ ടാങ്കിൽ നിന്നും കുടിവെള്ളം ഭൂമിക്കടിയിലേക്ക് വലിഞ്ഞ് സമീപത്തെ വീടുകളുടെ പരിസരങ്ങളിലും റോഡിന്റെ വിവിധ ഭാഗങ്ങളിലും ഉറവകൾ രൂപപ്പെടുന്നത് പ്രദേശവാസികൾക്ക് ആശങ്ക സൃഷ്ടിക്കുന്നു. എഴുകുംവയൽ കുരിശിങ്കൽപ്പടിയിലുള്ള ജപ്പാൻ കുടിവെള്ള പദ്ധതിക്കായി നിർമ്മിച്ചിരിക്കുന്ന 2.5 ലക്ഷം ലിറ്റർ വെള്ളം സംഭരിക്കുന്ന ടാങ്കിൽ നിന്നുമാണ് കുടിവെള്ളം ഭൂമിക്കടിയിലേക്ക് വലിയുന്നത്. ഇതോടെ മണ്ണിടിച്ചിൽ സാധ്യതയും നിലനിൽക്കുന്നു. 30 വർഷങ്ങൾക്ക് മുമ്പ് ജപ്പാൻ കുടിവെള്ള പദ്ധതിക്കായി എഴുകുംവയൽ കുരിശിങ്കൽപ്പടി നിർമ്മിച്ചതാണ് ഈ ടാങ്ക്. ഏകദേശം 2.5 ലക്ഷത്തോളം ലിറ്റർ വെള്ളം ഈ ടാങ്കിൽ സംഭരിക്കുന്നുണ്ട്. ഇരട്ടയാർ ഡാമിൽ നിന്നും ശുദ്ധീകരിച്ച് ഈ ടാങ്കിൽ വെള്ളം എത്തിച്ചതിനു ശേഷം ഇരട്ടയാർ പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ വെള്ളം ഈ ടാങ്കിൽ നിന്ന് വിതരണത്തിനായി എത്തിക്കുന്നുണ്ട്. എന്നാൽ കഴിഞ്ഞ കുറച്ചു നാളുകളായി ഈ ടാങ്കിന്റെ പരിസര പ്രദേശങ്ങളിൽ താമസിക്കുന്ന വീടുകളുടെ വശങ്ങളിലും ഇതുവഴി കടന്നുപോകുന്ന റോഡിലും ഉൾപ്പെടെ ടാങ്കിൽ വെള്ളം നിറയ്ക്കുന്ന സമയത്ത് ഉറവ രൂപപ്പെടുന്നതായി പ്രദേശവാസികൾ പറയുന്നു. അതായത് പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഏതാണ്ട് 2 ലക്ഷം ലിറ്ററിന്റെ ടാങ്കാണെന്ന് തോന്നുന്നു. ഇത് പുറമേ തന്നെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം വിള്ളലുണ്ട്. അപ്പൊ ഇതിന്റെ അകത്ത് അതിനേക്കാളും ഭീകരമായ വിള്ളലുണ്ടെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. കാരണം ഞങ്ങൾ ഈ 2-3 വീട്ടുകാര് ഇതിന് തൊട്ട് താഴെയാണ്, നല്ല കുഴിയാണ്, അവിടെയാണ് താമസിക്കുന്നത്. ഞങ്ങളുടെ മുറ്റത്ത് വരെ വെള്ളം ഈ മണ്ണിനടിയിൽ കൂടെ വരുന്നു. അതുപോലെ വർഷങ്ങളായിട്ട് നല്ല രീതിയിൽ ടാറിങ്ങും മെയിൻ്റനൻസും എല്ലാം ചെയ്തിട്ടിരിക്കുന്ന റോഡാണ്. ഈ റോഡിന്റെ സൈഡെല്ലാം ഈ വെള്ളം സ്ഥിരമായിട്ട് ഒഴുകിയിട്ട് ഈ സൈഡ് കുത്തി. പ്രദേശത്തെ 100 മീറ്ററോളം വരുന്ന ഭാഗത്ത് വിവിധ വീടുകളുടെ പറമ്പുകളിലും പരിസര പ്രദേശങ്ങളിലുമാണ് ഉറവ രൂപപ്പെടുന്നത്. ഇത് വലിയ ആശങ്കയ്ക്കാണ് ഇടയാക്കിയിരിക്കുന്നത്. അതായത് 2-3 ദിവസമായിട്ട് ഇപ്പം വെള്ളം അടിക്കുമ്പം ഞാൻ ഒഴുകി വരാതെ ഞങ്ങളുടെ മുറ്റത്ത് ഉറവയായിട്ട് പൊങ്ങി വരുന്നുണ്ട് വെള്ളം. രാത്രിയിലാണ് വെള്ളം അടിക്കുന്നത്. ആ സമയത്താണ് ഇങ്ങനെ പൊങ്ങി വരുന്നത്. രാവിലെ ഞങ്ങൾ നോക്കുമ്പോൾ മുറ്റമെല്ലാം നനഞ്ഞു കിടക്കുന്നു. അവിടുന്ന് ഉറവ പൊങ്ങി. കുന്നിന്റെ മുകളിലാണ് ഈ ടാങ്ക് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിന്റെ താഴ്ഭാഗത്ത് താമസിക്കുന്ന വീടുകളുടെ ഭാഗത്താണ് ഉറവകൾ രൂപപ്പെട്ടിരിക്കുന്നത്. മഴക്കാലം ഉൾപ്പെടെ ശക്തമാകുന്ന വേളയിൽ മഴവെള്ളത്തോടൊപ്പം ഈ ടാങ്കിൽ നിന്നുകൂടി വെള്ളം ഭൂമിയിലേക്ക് ഇറങ്ങിയാൽ മണ്ണിടിച്ചിൽ ഉണ്ടാകാനുള്ള സാധ്യതയും ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഭൂമിക്കടിയിൽ വെള്ളം ഇറങ്ങിയിട്ട് പെരയുടെ പുറവശത്തെ ഏണ്ടിക്കടിയിലേക്ക് വെള്ളം ഇറങ്ങി കഴിയുമ്പോഴത്തേനും 2 പ്രാവശ്യം അങ്ങനെ ഏണ്ടിയെന്ന് മണ്ണിടിഞ്ഞ് പെരയ്ക്ക് കേടുപാടുകൾ ഉണ്ടാകുന്ന രീതിയിലാണ് മണ്ണിടിഞ്ഞ് കിടക്കുന്നത്. വർഷങ്ങളുടെ പഴക്കമുള്ള ഈ ടാങ്കിന് ചോർച്ച ഉണ്ടാകാനുള്ള സാധ്യതയും പ്രദേശവാസികൾ മുൻപോട്ട് വെക്കുന്നുണ്ട്. ഇതല്ല എങ്കിൽ ഈ ടാങ്കിലേക്ക് വെള്ളം എത്തിക്കുന്ന പൈപ്പിന് എന്തെങ്കിലും തകരാർ സംഭവിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിലും ആളുകൾ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. രാത്രി സമയങ്ങളിലാണ് കൂടുതലായും വെള്ളം ഉറവയായി വിവിധ ഭാഗങ്ങളിൽ കാണപ്പെടുന്നത്. വാട്ടർ അതോറിറ്റി അധികൃതരുടെ ഭാഗത്തുനിന്ന് ഈ വിഷയത്തിൽ അടിയന്തരമായി ഒരു ഇടപെടൽ ഉണ്ടായി ശാശ്വത പരിഹാരം കാണണമെന്ന ആവശ്യം നാട്ടുകാർ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇടുക്കി വിഷൻ ന്യൂസ്, കട്ടപ്പന.